ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. 22ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം. യെശയ്യാ പ്രവാചക പുസ്തകത്തിൻ്റെ 22ാമത്തെ അവതരണത്തിൽ നാം 11, 12 അധ്യായങ്ങളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ 2 അധ്യായങ്ങളിൽ ഒരു പുതിയ ഭരണാധികാരിയെ അവതരിപ്പിക്കുകയാണ്. ദൈവജനത്തിൻ്റെ പുതിയ ഭരണാധികാരി. കഴിഞ്ഞ പാഠങ്ങൾ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും തളർച്ചയുടെയും ചിത്രമായിരുന്നു. അസീറിയയുടെ ആക്രമണവും തുടർന്നു വന്ന തകർച്ചകളും. അത് മാറി പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശമാണ് ഈ അധ്യായങ്ങളിൽ നൽകപ്പെടുന്നത്. ഒരു പുതിയ ഭരണാധികാരി, ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന ഭരണാധികാരി. അതാണ് ഇവിടെ പ്രവചിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 11ാം അധ്യായം ആദ്യത്തെ 9 വാക്യങ്ങൾ ഒന്ന് കേൾക്കാം. എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയുടെ കൂടെ മേയും, അവരുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വയ്ക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതുങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇതാണ് ചിത്രം, പുതിയ ഭരണാധികാരിയുടെ ചിത്രം. അസാധാരണമായ കഴിവുള്ള, സ്വഭാവ വൈശിഷ്ട്യമുള്ള, പ്രാപ്തിയുള്ള ഒരു ഭരണാധികാരിയാണ് ഈ വേദഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ഇത് പ്രത്യാശയുടെയും ഉത്സാഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്ദേശമാണ് ഹൃദയവും മനസ്സും തകർന്ന ദൈവമക്കൾക്ക്. ഇതുവരെയുള്ള സന്ദേശത്തിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടതുപോലെ 9ാം അധ്യായത്തിലും 10ാം അധ്യായത്തിലുമൊക്കെ ഇസ്രായേൽ ജനങ്ങൾ യഹൂദജനം നേരിട്ട തകർച്ചകളും വേദനകളുമാണ്. കാരണം ശത്രു ആക്രമിക്കുന്ന അസീറിയയുടെ ആക്രമണത്തെക്കുറിച്ച് കണ്ടു. ഇവിടെ ഇതാ ദൈവമക്കൾക്ക് ആശ്വാസവും പ്രത്യാശയും കൊടുക്കുകയാണ്. ഇവിടെ ഇതൊരു മശിഹാ പ്രവചനമാണ്. ഈ 11ാം അധ്യായത്തിൽ നൽകപ്പെട്ട വിവരങ്ങൾ, ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഭരണമെന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഭരണത്തെക്കുറിച്ചല്ല. ഈ യോഗ്യതയുള്ള ഒരു മാനുഷിക ഭരണാധികാരിയില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് യെശയ്യാവിലൂടെ ദൈവാത്മാവ് അവതരിപ്പിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്നും വന്ന മനുഷ്യരുടെ രാജാക്കന്മാരും ചക്രവർത്തിമാരുടെ ഇടയിൽപ്പെട്ട ഒരു ഭരണത്തെക്കുറിച്ചല്ല ഇത്. ഒന്നാമത് ഇവിടെ പറഞ്ഞു വ്യക്തമായിട്ട്, യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. യിശയ്യായി, ദാവീദിന്റെ പിതാവിൻ്റെ പേരാണ് യിശയ്യായി. യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. സാധാരണ നാം പ്രതീക്ഷിക്കുന്നത് ദാവീദിനെ കുറിച്ചായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദാവീദിന്റെ അപ്പനായ ജെസ്സയെക്കുറിച്ചാണ്, യിശയ്യായിയെക്കുറിച്ചാണ്. യിശയ്യായുടെ കുറ്റിയിൽ നിന്ന്. കാരണം യിശയ്യായി എന്ന വ്യക്തി ഉണ്ടാകാൻ കാരണക്കാരനിൽ നിന്ന്, ഇതിൻ്റെ എല്ലാ കുടുംബത്തിനും പേര് വീഴാൻ കാരണമായവരിൽ നിന്ന്. ഇത് മറ്റൊന്നുമല്ല, മറ്റൊരു ദാവീദിനെ അവതരിപ്പിക്കുകയാണ്. യിശയ്യായി ദാവീദിന്റെ പിതാവാണ്. യിശയ്യായിൽ നിന്നാണ് ദാവീദ് ജനിച്ചത്. ഇവിടെ അവതരിപ്പിക്കുന്ന വാസ്തവത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്, മശിഹായാണ്. ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിക്കുന്ന യിശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശുവിനെ വിളിച്ചിരിക്കുന്ന പേരാണ് മുള എന്നുള്ളത്. കൃത്യസമയത്ത് ആ മുള പൊട്ടിപ്പുറപ്പെടും. കൃത്യസമയത്ത് കടന്നു വരേണ്ടവൻ വരും എന്ന അർത്ഥമാണ് ഇവിടെ നൽകുന്നത്. ഇതിനുശേഷം ഈ വരുന്ന ഭരണാധികാരി, ഈ വരുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിശേഷതകൾ എന്തൊക്കെയാണ്? അവൻ്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ, ഇതൊരു വ്യക്തിയാണ്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അപ്പം ഈ പൊട്ടിപ്പുറപ്പെടുന്ന മുള യിശയ്യാവിൻ്റെ കുറ്റിയിൽ നിന്ന്, അതായത് യിശയ്യാവ് ഉണ്ടാകാൻ പോലും യിശയ്യായി
മിശിഹായി ഉണ്ടാകാൻ പോലും കാരണമായ ആ പരമ്പരയുടെ കാരണഭൂതനായവനാണ്. ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ആ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. കൃത്യമായ സമയത്ത് ആ മുള ഫലം കായ്ക്കുന്ന മുള പൊട്ടിപ്പുറപ്പെടും. എന്നിട്ട് ആ വ്യക്തി ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ്റെ എന്ന വാക്ക്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. 4 ഇടങ്ങളിൽ യഹോവയുടെ ആത്മാവ് എന്ന പ്രയോഗം കാണാം. ഇപ്പം ഇവിടെ നമ്മൾ കണ്ടു 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും നമുക്ക് ഇതേ കാര്യം കാണാം. യെശയ്യാവ് 40-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവനെ മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ എന്ന് അവിടെയും പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അവിടെ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് മലയാളം ബൈബിളിനെ കുറിച്ച് പിന്നിലേക്കും മുകളിലേക്കും നോക്കിയത് കാണാം. കൂടാതെ 61-ാം അധ്യായ യെശയ്യാവ് 4 ഇടങ്ങളിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പരാമർശിക്കുന്നത് കാണാം. യെശയ്യാവ് 61 അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്, യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. കൂടാതെ 63-ന്റെ 14-ലും കാണാം. അപ്പം 4 ഇടങ്ങളിൽ യഹോവയുടെ ആത്മാവ് എന്ന പ്രയോഗം കാണാം. 1:11-ന്റെ 2 ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, 40-ാം അധ്യായം 13, 61-ന്റെ 1, 61-ന്റെ 14. ഇപ്പം ദൈവാത്മാവ് എന്ന പ്രയോഗം മറ്റ് 8 ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകത്തിൽ ദൈവാത്മാവെന്ന പ്രയോഗം മറ്റ് 8 ഇടങ്ങളിൽ കാണാൻ കഴിയുന്നതിന് നമുക്ക് യെശയ്യാവിന്റെ 30-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നോക്കിയാൽ അവിടെ പറയുന്ന പ്രകാരമാണ്. ഏതെങ്കിലും 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും. അവിടെ എൻ്റെ ആത്മാവ് കൂടാതെ 32-ന്റെ 15, 34-ന്റെ 16, 42-ന്റെ 1, 44-ന്റെ 3, 48-ന്റെ 16, 59, 21, 63, 11 വാക്യങ്ങളിലും ആ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള 8 പരാമർശങ്ങൾ ഈ 8 ഇടങ്ങളിലായിട്ട് കാണാം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, മശിഹ ഭൂമിയിലേക്ക് അവതരിച്ചു 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈകളെ സ്നാനപ്പെടും. അങ്ങനെയാണ് ലോകത്തിന് വെളിപ്പെടുന്നത്. ദൈവം വെച്ച പദ്ധതി അതായിരുന്നു. ആ വെളിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മേൽ ആവസിക്കും. മത്തായി 3:16-ലും മർക്കോസ് 1:10-ലും ലൂക്കോസ് 3:22-ലും നമുക്കത് കാണാം. മത്തായി 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മാത്രമൊന്ന് നമുക്കൊന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു വേദഭാഗം മാത്രം വായിക്കാം. മത്തായി 3:16. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങി തന്നെല്ലാം ആവർത്തിക്കുകയാണ്. അളവ് കൂടാതെ ലഭിച്ച ആത്മാവ്, ആത്മനിയന്ത്രണമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഭരണാധികാരിയുടെ ആദ്യത്തെ വിശേഷത ദൈവത്തിൻ്റെ ആത്മാവ്. അവിടെ പറയുന്ന യെശയ്യാവ് 11-ാം അധ്യായം 2 യഹോവയുടെ ആത്മാവ് വസിക്കും അവൻ്റെ മേൽ. യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വസിക്കുമെന്ന അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി അവതരിപ്പിക്കുകയാണ്. ആ വ്യക്തി വെറും സാധാരണ മനുഷ്യനല്ല, വെറും ലോകത്തിലുള്ളൊരു മനുഷ്യനെക്കുറിച്ചല്ല ഈ വരാൻ പോകുന്ന ഭരണാധികാരി. യെശയ്യാവിയുടെ കുറ്റിയിൽ നിന്ന്, ദാവീദിൻ്റെ വംശാവലിയിൽ നിന്ന് ദൈവം നിശ്ചയിച്ച സമയത്ത് പണ്ട് ശമൂവേലിലൂടെ അല്ലെങ്കിൽ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് പറഞ്ഞതുപോലെ കൃത്യസമയത്ത് വരാനിരിക്കുന്ന ദാവീദിൻ്റെ സന്തതിയായവൻ. ഈ വ്യക്തിയുടെ മറ്റ് യോഗ്യതകൾ എന്തൊക്കെയാണ്? അടുത്ത വാക്യത്തിൽ കാണാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ് വ്യക്തിയുടെ മേലുണ്ടാകും. മോശ ജനത്തെ നയിക്കാൻ യോഗ്യരായവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ജനത്തോട് ആവശ്യപ്പെടുമ്പോൾ ആവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ മോശ ഇപ്രകാരമാണ് ജനത്തോട് പറഞ്ഞത്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം: അതത് ഗോത്രത്തിൽ നിന്ന് ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവരെ ഞാൻ നിങ്ങൾക്ക് തലവന്മാരാക്കും. ഇപ്പം ജ്ഞാനവും വിവേകവുമുള്ള മനുഷ്യരെ തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ മക്കളെ നയിക്കാൻ വേണ്ട യോഗ്യതയാണ് ജ്ഞാനവും വിവേകവും എന്നുള്ളത്. ഇവിടെ വരാൻ പോകുന്ന ഭരണാധികാരി അവതരിപ്പിക്കുമ്പോൾ അവൻ്റെ മേൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കും. ഇപ്പം ജ്ഞാനവും വിവേകവും, ജ്ഞാനം പൊതുവായിട്ട് മൊത്തത്തിൽ പറയുന്നതാണ്. വിവേകം എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ അന്തർഭാഗത്തെ, അതിൻ്റെ യഥാർത്ഥ വിഷയത്തെ കാണാനുള്ള കഴിവ്. ജ്ഞാനവും വിവേകവും പല വിഷയങ്ങളും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. വിവേകമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണെന്ന് കാണാൻ പറ്റൂ. നമ്മുടെ മുമ്പിൽ ഒരാളൊരു വിഷയം വന്ന് അവതരിപ്പിക്കുമ്പോൾ ആ പറയുന്നതായിരിക്കില്ല യഥാർത്ഥമായിട്ടുള്ള പ്രയാസം, യഥാർത്ഥമായുള്ള വിഷയം. യഥാർത്ഥമായ വിഷയം അതിൻ്റെ ഉള്ളിലാണ്, അത് മറഞ്ഞു കിടക്കുകയാണ്. അത് പുറത്തൊരു പക്ഷെ പറയുന്നുണ്ടാകില്ല.
പറയുന്ന വാക്കുകളിലൂടെയും വികാരത്തിലൂടെയും മനോഭാവത്തിലൂടെയും ശരീരഭാഷകളിലൂടെയും അല്പം മുൻ പരിചയത്തിലൂടെയൊക്കെ ഈ വ്യക്തി വാസ്തവത്തിൽ നേരിടുന്ന അവസ്ഥ എന്താണെന്ന് കാണാനുള്ളൊരു കഴിവുണ്ടാകണം. അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ജ്ഞാനം മൊത്തത്തിലുള്ള അറിവാണ്. വിവേകം കാര്യങ്ങൾ യഥാർത്ഥമായി കാണാനുള്ള കഴിവാണ്. ജ്ഞാനം ഒരു സംഭരണി പോലെയാണ്. വെള്ളം അല്ലെങ്കിൽ വിവേകം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴുകുന്ന വെള്ളം പോലെയാണ്. പുറത്തേക്ക് പ്രവഹിക്കുന്നതാണ് വിവേകം. ജ്ഞാനം ഒരു സംഭരണി, അത് നിറഞ്ഞു കിടക്കുന്നു. ജ്ഞാനവും ഉണ്ടാകണം, എങ്കിലേ വിവേകം ഉണ്ടാവുകയുള്ളൂ. അത് വളരെ ആവശ്യം. അപ്പോൾ ഈ വരുന്ന ഭരണാധികാരിയുടെ ഒന്നാമത്തെ യോഗ്യത അതാണ്. ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിലുണ്ടാകും. രണ്ടാമത് ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവുണ്ടാകും. ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ് ഈ ഭരണാധികാരിയിലുണ്ടാകും. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകത്തിൽ തന്നെ 36-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, യെശയ്യാ 36-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അസൂര്യയുടെ സൈന്യാധിപനായ രബ്സാക്കെ ഹിസ്കിയാ രാജാവിൻ്റെ അടുക്കൽ വന്ന് ഭീഷണിപ്പെടുത്തി കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയും. യെശയ്യാവ് 36-5. ആലോചനയും ബലവും ഉണ്ട്. നീ എൻ്റെ പൊന്നിലേക്ക് വായിക്കാം. നീ ആശ്രയിച്ചിരിക്കുന്ന നീ ആശ്രയം എന്ത്? ഹിസ്കിയാ രാജാവിനോട് രബ്സാക്കെ എന്ന സൈന്യാധിപൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇത്രമാത്രം എതിർപ്പ് കാണിക്കുന്നത്? നീ എവിടെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? നീ ആശ്രയിച്ചിരിക്കുന്ന ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിക്കുന്നത്? ഇപ്പം യുദ്ധത്തിന് വേണ്ടുന്ന ബലവും കഴിവൊന്നും നിനക്കില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ ഇത്രമാത്രം ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത്? അസീറിയയുടെ സൈന്യാധിപൻ ചോദിക്കുകയാണ് ഹിസ്കിയാ രാജാവിനോട്, യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവുമുണ്ട് എന്ന് വെറും വാക്കത്രേ നീ പറയുന്നത്. നിനക്ക് അതിനുള്ള ബലവുമില്ല, ആലോചനയുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല. ഈ ഭരണാധികാരിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത് അവന് ബലത്തിൻ്റെയും ആലോചനയുടെയും ആത്മാവ് ഉണ്ടാകും. അവൻ്റെ മേൽ ബലത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയുടെ ആത്മാവ്. അപ്പം ബലം, ആലോചന എന്ന് പറയുമ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭത്തിൽ എന്താണ് ഉചിതമായ തീരുമാനം എന്ന് എടുക്കാനുള്ള കഴിവ്. ടു ഡിസൈഡ് ദ റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഈ സന്ദർഭത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം, നടപടി എന്താണ് എന്നെടുക്കാനുള്ളത്. ബലമെന്ന് പറയുന്നത് ആ എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള കഴിവ്. അനേകം ആൾക്കാർ തീരുമാനമെടുക്കും, മുറിക്കകത്തിരുന്ന് തീരുമാനമെടുക്കും, പക്ഷെ നടപ്പിലാക്കാനുള്ള കഴിവുണ്ടാകില്ല. ഇത് രണ്ടുമുള്ള വ്യക്തിയാണ് ഈ ഭരണാധികാരി. അവിടെ പറയുന്നത് ബലത്തിൻ്റെയും ആദ്യം പറഞ്ഞ ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്. ഈ ഭരണാധികാരി ഉള്ളത് ആലോചന. അതായത് ഒരു പ്രശ്നം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു സംഘർഷം, ഒരു യുദ്ധസന്നാഹം, ഇവിടെ എന്താണ് ഉചിതമായ നടപടി? ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? എന്താണ് ഇതിന് ഏറ്റവും പര്യാപ്തമായ നടപടി? ആ നടപടി സ്വീകരിക്കുന്നു, തിരിച്ചറിയുന്നു, അത് നടപ്പിലാക്കാനുള്ള കഴിവുണ്ടാകണം. അതിനൊരു ബലം വേണം. അത് ഈ വ്യക്തിയിൽ ഉണ്ടാകുമെന്ന് പറയുക. തുടർന്ന് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെ ആത്മാവ്. പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെ ആത്മാവ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യം അറിയുക, വിഷയത്തിൻ്റെ സത്യം ഗ്രഹിക്കുക. അത് ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടുന്നതാണ് പരിജ്ഞാനം. ദൈവമായുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സന്ദർഭങ്ങളുടെയും വിഷയങ്ങളുടെയും അറിവ് നമുക്ക് കിട്ടുന്നത്. ദൈവമായുള്ള ബന്ധത്തിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പരിജ്ഞാനം, യഹോവ ഭക്തിയുടെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിലുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിലുള്ള ഭക്തിയിൽ നിന്നാണ് ആ നാമം ഉച്ചരിക്കുന്നത് ഉറപ്പ് പറയാൻ പറ്റില്ല പലരെക്കുറിച്ച്. ഇപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ച് പരിജ്ഞാനത്തിൻ്റെ ഭക്തിയുടെയും ആത്മാവ് വ്യക്തിയുടെയും ആവസിക്കുമെന്നാണ്. ഭക്തി, ഇംഗ്ലീഷിൽ ഫിയർ എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ദൈവത്തോടുള്ള യഥാർത്ഥമായ പ്രതികരണമാണ്. ദൈവത്തെ നമ്മൾ ബഹുമാനത്തോടു വേണം ഏത് കാര്യം ചെയ്യുമ്പോഴും. അത് പാട്ട് പാടുമ്പോഴും, പ്രാർത്ഥിക്കുമ്പോഴും, അതിനെ കേൾക്കുമ്പോഴും, അതിനെ പറയുമ്പോഴും ദൈവത്തോടുള്ള ബഹുമാനത്തിൽ എന്ന് പറയുന്നത് ചടങ്ങല്ല. അത് യഥാർത്ഥ പരിജ്ഞാനം ഭക്തിയുടെ ജീവിതത്തിൽ പ്രകടമാണ്. ദൈവത്തെക്കുറിച്ച് യഥാർത്ഥമായ പരിജ്ഞാനമുള്ളവരുടെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ പ്രകടനങ്ങളുണ്ടാകും. ട്രൂ നോളേജ് ഷോ ഇൻ റെവറൻറ്റ് ലൈഫ് എന്നാണ്. ആ വ്യക്തി ജീവിക്കുന്ന ജീവിതം കണ്ടാൽ ഭക്തിയോടെ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ കാരണം എന്താണ്? വെളുത്ത വസ്ത്രത്തിൻ്റെതല്ല, യഹോവയോടുള്ള ഭക്തിയാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഇതാണ് ശലോമോൻ പറഞ്ഞത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അത് ആരംഭം മാത്രമേ ഉള്ളൂ. അത് തുടരണം, വർദ്ധിക്കണം, വളരണം. എന്നിട്ട് വളരെ പ്രധാനമായി മറ്റൊരു കാര്യം, 3-ാം വാക്യം. അപ്പോൾ നമ്മൾ കണ്ടു
ഈ ഭരണാധികാരിയിൽ ഉണ്ടായിരിക്കുന്ന ഒന്ന് ദൈവത്തിൻ്റെ യഹോവയുടെ ആത്മാവസിക്കും, ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോ ഭക്തിയുടെ ആത്മാവ്. എന്നിട്ട് മൂന്നാം വാക്യം, അവൻ്റെ പ്രമോദം യഹോ ഭക്തിയിലായിരിക്കും. ഇവയ്ക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആനന്ദം യഹോ ഭക്തിയിലാണ്. അത് യഹോ ഭക്തിയിലായിരിക്കും എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രമോദം യഹോ ഭക്തിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂന്നർത്ഥം നമുക്ക് കാണാം. ഒന്ന്, അവൻ ആശ്രയിക്കുന്ന ദൈവത്തിലായിരിക്കും. സങ്കീർത്തനം 31:19 സങ്കീർത്തനക്കാരൻ പറയുന്ന പ്രകാരമാണ്. സങ്കീർത്തനം 31:19. അപ്പോൾ യഹോ ഭക്തിയിലാണ് ഈ മനുഷ്യൻ സന്തോഷിക്കുന്നത്. യഹോവയുടെ ഭക്തി, യിരെമ്യാ പറഞ്ഞ പോലെ ബലത്തിലല്ല, ധനത്തിലല്ല, ജ്ഞാനത്തിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അതാണ് ആ വ്യക്തിയുടെ സന്തോഷം. ചുറ്റുപാടുള്ള സാഹചര്യങ്ങളല്ല ശരിക്കും സന്തോഷം തരുന്നത്, അത് വ്യക്തിക്കറിയാം. സങ്കീർത്തനം 31:19. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രനെ കാണിക്കാൻ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അവർക്കറിയാം ഏത് സന്ദർഭത്തിൽ ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത്. 33-ാം സങ്കീർത്തനം 18-ാം വാക്യം അവിടെയും പറയുന്ന ഇപ്രകാരമാണ്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭക്തരായിരിക്കണം. ദൈവത്തിലുള്ള ബന്ധമുള്ളത് ഭക്തരാണ്. ദൈവത്തിലുള്ള ഭക്തി, അത് ബഹുമാനം, ആദരവ് എല്ലാം അടങ്ങുന്നതാണ് ഭക്തി എന്നുള്ളത്. 147-ാം സങ്കീർത്തനം 147 ഈ വാക്യങ്ങൾ വായിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് എൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നത്. 147:11 തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തെ പേടിയല്ല ഭക്തി എന്ന് പറയുന്നത്, ഭയമെന്ന് പറയുന്നത്. അതൊരു ബഹുമാനം, ആദരവാണ്. അപ്പോൾ ഒന്നാമത് അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഏത് കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കും. രണ്ടാമത്, ആവർത്തന പുസ്തകം 6-ാം വാക്യത്തിൽ മോശ പറഞ്ഞതുപോലെ ദൈവം മുമ്പിൽ യഥാർത്ഥമായി ജീവിക്കുന്ന വ്യക്തി. ആവർത്തന പുസ്തകം 6-ാം വാക്യത്തിൽ മോശ ഇസ്രായേൽ മക്കളോട് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ 6-ാം വാക്യത്തിൽ അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോട് ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ഇവിടെ പറയുന്നത് 6-ാം അധ്യായത്തിൽ നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാൻ തക്കവണ്ണം അവനെ ഭയപ്പെടണം. യഹോവ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് അവൻ്റെ മുമ്പിൽ ജീവിക്കാനുള്ള ബോധമുണ്ടാകും. ഇതൊരു ഹോളിൽ വരുമ്പോഴുള്ള അവസ്ഥയല്ല ഇത്. എപ്പോഴും ദൈവസന്നിധിയിൽ ജീവിക്കാനുള്ള അവസ്ഥ. ഇത് സങ്കീർത്തനം 34:11 മുതൽ വായിച്ച് കേൾക്കാം. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. എന്താണ് ഭക്തി എന്ന് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിനും ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്തവനാ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും. ഇതാണ് ഭക്തിയുടെ ജീവിതമാർഗം. ദോഷം ചെയ്യാതെ എൻ്റെ നാവിനെയും വ്യാജം പറയാതെ എൻ്റെ അതരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. കാരണം അവൻ ദൈവഭയമുള്ളവനാണ്, ദൈവഭക്തി ജീവിക്കുകയാണ്. മൂന്നാമത്, ഈ വ്യക്തിയുടെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി, ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന വ്യക്തി. എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? രാജാക്കന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. 2 രാജാക്കന്മാർ 17:28. ഇവിടെ വ്യക്തമായി ഇങ്ങനെ നമുക്ക് കാണാം. 2 രാജാക്കന്മാർ 17:28 വാക്യം. ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടെ പറയുന്ന, അങ്ങനെ അവർ സമരിയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് ബഥേലിൽ പാർത്തു, യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് പുരോഹിതൻ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുക, ഇതാണ് ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇത് യെശയ്യാപ്രവചന പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. യെശയ്യാ 29:13 വായിച്ചാലും നമുക്കിത് കാണാൻ സാധിക്കും. യെശയ്യാവ് 29:13. അവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്ന ഈ വിധത്തിലാണ്. യെശയ്യാ 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ഈ ജനം അടുത്തു വന്ന്, മത്തായി 15-ലുള്ള കാര്യം, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, ഇതാണ് ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ളവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മനുഷ്യകൽപ്പനയെ പറയും. ഈ ഭക്തി ഹൃദയത്തിൽ നിന്നല്ല വന്നത്. ദൈവം തൻ്റെ ജനത്തോട് പറയും, നിങ്ങളുടെ ഭക്തി ഹൃദയത്തിൽ നിന്നല്ല, അധരത്തിൽ മാത്രം, വായിൽ മാത്രം മനഃപ്പാടമാക്കിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭരണാധികാരി അവതരിപ്പിക്കുമ്പോൾ പ്രവാചകനിലൂടെ ദൈവം വ്യക്തമായി കാണിച്ചു തരുന്നു ഈ വരുന്ന ഭരണാധികാരിയുടെ പ്രമോദം. ഇതിൽ ഏറ്റവും വലിയ ആനന്ദം, ഏറ്റവും വലിയ പ്രശംസ, ഏറ്റവും വലിയ സന്തോഷം യഹോവയുടെ ഭയം. യഹോവ ഭയത്തിൽ അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. യഹോവയുള്ള ഭക്തി, വേറെ യഹോവയിൽ ആശ്രയിക്കുന്ന ജീവിതം. ഏത് പ്രതികൂലത്തിൽ യഹോവയിൽ ആശ്രയിക്കുക.
യഹോവയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുക, യഹോവയെ ആരാധിച്ച് ജീവിക്കുക. അപ്പോൾ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട ഭരണാധികാരി, ആ വ്യക്തിയെക്കുറിച്ച് 4-ാം വാക്യം പറയുന്നത് എന്താണ്? യെശയ്യാ 11 അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായി എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. അപ്പോൾ ആ ഭരണാധികാരിയുടെ നീതിയും ന്യായവും എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനത്തെക്കുറിച്ച്, ഈ വ്യക്തിയുടെ ഭരണത്തിന് കീഴിൽ സാധുക്കൾക്കും ദരിദ്രന്മാർക്കും വളരെ ആശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ അവസാനം നീതി കിട്ടി, അവസാനം അവരെ മനസ്സിലാക്കുന്ന ഒരു ഭരണാധികാരി വന്നു, അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അധികാരി വന്നു എന്ന അവസ്ഥയാണ് ഈ വ്യക്തിയുടെ കീഴിൽ കിട്ടുന്നത്. കാരണം ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് നീതിയും ന്യായവും നിറഞ്ഞതാണ്. അതേ സമയത്ത് ആ വ്യക്തി എന്ത് ചെയ്യും? ദുഷ്ടന്മാരെ തൻ്റെ വടി കൊണ്ടടിക്കും. തൻ്റെ വടി ഒരുപക്ഷെ തൻ്റെ വചനം എന്തുതന്നെയാണ്, കാരണം അധരത്തിൻ്റെ വടിയാണ്, അധരങ്ങളുടെ ശ്വാസം, തൻ്റെ വായുടെ വടി എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവവചനം കൊണ്ട് തന്നെയാണ് ഈ ദുഷ്ടന്മാരെയും സാഹസക്കാരെയും ഒക്കെ എതിരിടുന്ന പറയുന്നത്. കാരണം എല്ലാവരും അവസരം ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. റോമലേഖനം 14-ാം അധ്യായത്തിൻ്റെ 10-12 വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ പോയി നിൽക്കേണ്ടി വരും. ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ടി വരും. റോമർ 14-10-12 വാക്യങ്ങൾ. അപ്പോൾ ഈ ഭരണാധികാരിയുടെ ഭരണ സംവിധാനം, നീതി നിർവഹണം എത്ര ന്യായവും നീതിയും നിറഞ്ഞതാണ് എന്ന് കാണിച്ചിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ആത്മാവിൻ്റെ നിറവ്, നിയന്ത്രണം തൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് എല്ലാം കൃത്യമായി ചെയ്യുന്ന ഭരണാധികാരി. എന്തൊരു ആശ്വാസത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ നല്ല ഗുണങ്ങളൊക്കെ ഈ വരാൻ പോകുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോൾ 5-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ആ നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. അവനെ നിയന്ത്രിക്കുന്ന നീതിയും വിശ്വസ്തതയുമാണ്. നീതി, വിശ്വസ്തത. നീതി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ശരിയായ തരത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ ശരിയായി ചെയ്യാനുള്ള പ്രാപ്തി. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കാൻ കഴിയും, സത്യസന്ധത. ഇത് രണ്ടും ഈ വ്യക്തിയുടെ അരക്കച്ചയും നടുക്കെട്ടുമാണ്. ഈ വ്യക്തിയെ നിയന്ത്രിക്കുക, അരക്കച്ചയും നടുക്കെട്ടുമാണ് വ്യക്തി നിയന്ത്രിക്കുന്നത്. ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ഇതാണ് വിശ്വസ്തതയും സത്യസന്ധതയും. എന്നിട്ട് 6 മുതൽ 9 വാക്യങ്ങളിലാണ് സാധാരണ പ്രകൃതിയിൽ ശത്രുക്കളായിരിക്കുന്ന 2 മൃഗങ്ങളെ അവതരിപ്പിക്കും. ഒന്ന് വേട്ടക്കാരനാണ്, മറ്റൊന്ന് ഇരയാണ്. ഏതൊക്കെയാണ് മൃഗങ്ങൾ? ഒന്ന് ചെന്നായി, കുഞ്ഞാടിനെ, പുള്ളിപ്പിലി, കോലാട് അല്ലെങ്കിൽ കോലാട്ടിൻകുട്ടി, പശുക്കിടാവും ബാലസിംഹവും, അല്ലെങ്കിൽ തടിപ്പിച്ച മൃഗവും ബാലസിംഹവും. ബാലസിംഹം കൊച്ചു സിംഹമല്ല, നല്ല യൗവനപ്രായമുള്ള സിംഹം, വേഗത കൂടിയ സിംഹമാണ്. പശുവും കരടിയും, സിംഹവും കാളയും, ശിശുവും സർപ്പവും, പൈതലും അണലിയും. പ്രകൃതിപരമായി നോക്കിയ എല്ലാം ഒന്ന് വേട്ടക്കാരനും ഒന്ന് ഇരയുമാണ്. ഇവരെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 6 മുതൽ 9 വരെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ ഇവരെ ഉപയോഗിച്ചൊരു ചിത്രം നൽകുകയാണ്. മശിഹായുടെ ഭരണകാലം, ഈ പുതിയ ഭരണാധികാരിയുടെ വാഴ്ചയുടെ സമയം, യഥാർത്ഥ സമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം. യഥാർത്ഥത്തിലുള്ള സമാധാനം എന്തെന്ന്. കാരണം സാധാരണ രീതിയിൽ ശത്രുക്കളായാൽ പരസ്പരം കണ്ടാൽ വിശന്നിരിക്കുകയാണെങ്കിൽ കടിച്ചു കീറാൻ മടിക്കാത്ത ഈ ദുഷ്ടമൃഗങ്ങൾ, അല്ലെങ്കിൽ ദുഷ്ടമൃഗങ്ങൾ പറയുന്ന ഒരു പ്രയോഗത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഈ മൃഗങ്ങൾ, അത് ചെന്നായാകട്ടെ, കുഞ്ഞാട്, പുള്ളിപ്പുലി, കോലാട്, അങ്ങനെ കണ്ട വെറുതെ വിടില്ല, വലിച്ചു കീറും, കടിച്ചു കീറും. അങ്ങനെ സ്വഭാവമുള്ള മനുഷ്യൻ, ആ തരത്തിലുള്ള പെരുമാറ്റ ശീലമുള്ള മനുഷ്യൻ, പുള്ളിപ്പുലിയെപ്പോലെ, ചെന്നായെപ്പോലെ, സിംഹത്തെപ്പോലെ, അണലിയെപ്പോലെ, സർപ്പത്തെപ്പോലെ കടിച്ചു കീറുന്ന സ്വഭാവം, കുത്തി നശിപ്പിക്കുന്ന, വിഷം കയറ്റുന്ന സ്വഭാവമുള്ള മനുഷ്യർ, കണ്ടാൽ അറയ്ക്കുന്നവർ, വെറുപ്പുള്ളവർ, കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിച്ച് വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ, അവൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുള്ള ഒരു ഐക്യതയുണ്ട്, സന്തോഷമുണ്ട്. അതാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇത് ചിത്രീകരിച്ച് അവതരിപ്പിക്കുക. അപ്പം ഇങ്ങനെ ഒരു സമാധാനം നിലനിൽക്കുള്ള കാരണം എന്താണ്? 9-ാം വാക്യം. കാരണം സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ. ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. ദൈവത്തിൻ്റെ അറിവ്, പരിജ്ഞാനം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭിക്കുന്ന അറിവാണ്. അതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. ഇത്രയും പറഞ്ഞ എന്താണെന്ന് പുറകോട്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 2 കാര്യങ്ങൾ മാറി മാറി അവതരിപ്പിക്കുക. ഒന്ന്, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞ് അത് പ്രഖ്യാപനം നടത്തി. അതോടൊപ്പം തന്നെ മറുവശത്ത് ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രവചനം. ഇത് മാറി മാറി ഈ പുസ്തകത്തിൽ കാണാം. അസീറിയതയെ ഉപയോഗിച്ചു തൻ്റെ സ്വന്തം ജനത്തെ ശിക്ഷിക്കാൻ, ഒരു പാഠം പഠിപ്പിക്കാൻ. എന്നിട്ട് ഉടൻ തന്നെ വരാൻ പോകുന്ന പുതിയ ഭരണാധികാരിയുടെ ആ പ്രത്യാശയുടെ ശബ്ദം കേൾപ്പിക്കുക. ഒരു പുതിയ ഭരണാധികാരി വരും, ഒരു പ്രത്യാശയുടെ ആശ്വാസത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് തൻ്റെ സ്വന്തം ജനത്തെ. അധികം താമസിയാതെ ലഭിക്കാമെന്ന അവസ്ഥ. ഇവിടെ
എന്നിട്ട് പറഞ്ഞു അത് വരുന്ന ആരാണ്? ഒരു മുള പൊട്ടിപ്പുറപ്പെടും. യെരമ്യാവ് പറഞ്ഞ് യേശുവിനെ അവതരിപ്പിച്ച മശിഹയെ അവതരിപ്പിക്കുന്ന മുള എന്ന പേരിലാണ്. യെശയ്യാവിൻ്റെ കുറ്റിയിൽ നിന്ന്, യെശയ്യാവ് ഉത്ഭവിച്ച കുറ്റി, അതായത് പിതാക്കന്മാരുടെ ആ പാരമ്പര്യത്തിൽ ആ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറന്നു. കൃത്യസമയത്ത് മുളയ്ക്കേണ്ട മുള കർത്താവ് യേശുവിനെ കുറിച്ചാണ്. ദാവീദിൻ്റെ വംശാവലിയിലൂടെയാണ് കർത്താവ് യേശുവിനെ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. ഇത് മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ 1-ാമത്തെയായിട്ട് കാണാം. 14 വംശാവലികൾ വീതം 3 തലമുറകളിലൂടെ ദാവീദിൻ്റെ വംശാവലി. ആ മശിഹയുടെ വരവിങ്കൽ ഒരു പുതിയ ഉദയം, പുതിയ ദിവസം, ഒരു പുതിയ ഉദയം ഉണ്ടാവുകയാണ്. അതുവരെ ശത്രുക്കളും വൈരികളുമായിരുന്നവരെല്ലാം ഈ വ്യക്തിയിൽ വന്നു ചേരുമ്പോൾ ഈ വ്യക്തിയുടെ നിയന്ത്രണത്താൽ, ഭരണത്താൽ ഒന്നായി സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷം. ഈ ഭരണാധികാരിയുടെ വിശേഷതകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വിധത്തിലാണ് ഭരണാധികാരി അവതരിപ്പിച്ചിരിക്കുന്നത്? അത് ആ മശിഹയുടെ സ്വഭാവ സവിശേഷത എന്താണ്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ നടത്തിപ്പ്. അതിന് നടത്തിപ്പിൻ്റെ കാരണം യഹോവയുടെ ആത്മാവ് തൻ്റെ മേലുണ്ടാകും. യഹോവയുടെ ആത്മാവ് തൻ്റെ മേലുള്ളതുകൊണ്ട് താൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവാത്മാവ് നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയാണ്. കൂടാതെ തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെ ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ലോകത്തെ അറിയിക്കാനുള്ള പൂർണ്ണ പ്രാപ്തിയുള്ള വ്യക്തി. ദൈവത്തിൻ്റെ ഹിതം ലോകത്തിന് അറിയിച്ച ജ്ഞാനവും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെ, ആലോചന മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള കഴിവ്, അതെല്ലാമുള്ള വ്യക്തി, യഹോഭക്തിയുടെ ആത്മാവുള്ള വ്യക്തി. ആ വ്യക്തിയുടെ നടത്തിപ്പ് യഹോവയുടെ പൂർണ്ണ പദ്ധതികൾ, സകല പദ്ധതികൾ നിവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ്. രണ്ടാമത് ഈ വ്യക്തിയുടെ അവസ്ഥ മനോഭാവം. ഈ വ്യക്തിയുടെ മനോഭാവം എന്താണ് കാണിക്കുന്നത്? തൻ്റെ പ്രമോദം യഹോഭക്തിയിലാണ്. തൻ്റെ പ്രമോദം യഹോഭക്തിയിലാണ്. അതിലാണ് തൻ്റെ ആനന്ദം. ദൈവത്തിനെ സന്തോഷിപ്പിക്കണം. ഭൂമിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, താൻ കടന്നു വന്നതിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടണം, അത് പൂർത്തിയാക്കണം. അതിനുവേണ്ടി കടന്നു വന്ന വ്യക്തിയാണ്. ദൈവസേവയിൽ തന്നെ ഏൽപ്പിച്ചൊരു വ്യക്തിയാണ്. യാതൊരു മത്സരമില്ല, എതിർപ്പില്ല. പിതാവ് തന്നെ പരമേൽപ്പിച്ച ദൗത്യത്തെ നിർവഹിക്കുവാൻ യാതൊരു തടസ്സവുമില്ല. ഏക മനസ്സോടെ, ഏക ലക്ഷ്യത്തോടെ, ഏക ആത്മാവിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കാൻ. മൂന്നാമത് ഈ വ്യക്തിയുടെ ന്യായവിധി. ഇവരുടെ വ്യക്തിയുടെ ന്യായവിധി സത്യത്തിൻ്റെയും നീതിയുടെയും വിശ്വസ്തതയും അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ന്യായവിധികളുമെല്ലാം സത്യവും വിശ്വസ്തതയും നീതിയും കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടതാണ് എന്ന് കാണാവുന്നത്. അത് വളരെ അനുഗ്രഹീതമായൊരു ഫലമാണ് കൊണ്ടുവരുന്നത്. വളരെ എല്ലാവർക്കും വളരെ അനുഗ്രഹവും സന്തോഷം കിട്ടുന്ന ഒരു ഭരണമാണ് അദ്ദേഹത്തിന്. ദരിദ്രരും സാധുക്കളും ഉപദ്രവിക്കപ്പെടുന്ന അനാഥരും വിധവകളും എല്ലാം ഈ വ്യക്തിയുടെ രാജ്യത്തിൽ വരുമ്പോൾ, ഭരണത്തിന് കീഴിൽ വരുമ്പോൾ ആശ്വാസം കണ്ടെത്തുകയാണ്. കാരണം അത് 5-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ നീതി അവൻ്റെ അരക്കെട്ടും നടുക്കെട്ടും വിശ്വസ്ത അവൻ്റെ അരക്കച്ചയുമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഈ വ്യക്തിയുടെ വസ്ത്രം ഇതാണ്. ഈ വ്യക്തിയുടെ വസ്ത്രം നീതിയും വിശ്വസ്തതയുമാണ്. ഈ പൂർണ്ണതയുള്ള, തികവുള്ള ഒരു വ്യക്തി, ഇങ്ങനൊരു വ്യക്തി മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയല്ല, തികവുള്ളൊരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കൃത്യസമയത്ത് ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ വ്യക്തി സമാധാനവും സന്തോഷവും തൻ്റെ ഭരണത്തിന് കീഴിലുള്ളവർ കൊണ്ടുവരും. താൻ ഭരിക്കുകയാണെങ്കിൽ, താനാണ് ഹൃദയത്തെ, ജീവിതങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാണ് സമാധാനവും സത്യവും. അതോടെ വ്യക്തമായി കാണാൻ സാധിക്കും. ദരിദ്രരും സാധുക്കളും എല്ലാം ആശ്വാസം കണ്ടെത്തും. ദുഷ്ടന്മാർക്ക് ദൈവവചനത്തിൻ്റെ ശിക്ഷ കിട്ടും. ഇതിനു മുമ്പിൽ പോയി ന്യായവിധി നേരിടേണ്ട അവസ്ഥ വരുന്നു. അപ്പം ഇത് വളരെ മനോഹരമായി നാടകീയമായി അവതരിപ്പിച്ചതാണ് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ. പ്രവാചകൻ നൽകുന്നൊരു ചിത്രമാണ്. പ്രകൃതിയിൽ സാധാരണ കാണുന്ന ശത്രുക്കൾ, അവരെ അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ, ഇത് സ്വഭാവത്തെ കാണിക്കുക. ചെന്നായുടെ സ്വഭാവം, പുള്ളിപ്പിലയുടെ സ്വഭാവം, അണലിയുടെ സ്വഭാവം, സർപ്പത്തിൻ്റെ സ്വഭാവം, ബാലസിംഹത്തിൻ്റെ സ്വഭാവം, വന്യസിംഹത്തിൻ്റെ സ്വഭാവം, എല്ലാം കടിച്ചു കയറി നശിപ്പിക്കുന്ന സ്വഭാവമുള്ളവർ. അവർ കർത്താവിനെ അറിഞ്ഞ് സുവിശേഷം കേട്ട് അനുസരിച്ച് കഴിയുമ്പോൾ അവരെങ്ങനെയാണ് സുവിശേഷം ഭരിക്കുന്ന ഹൃദയം, കർത്താവ് ഭരിക്കുന്ന ഹൃദയം, വചനം ഭരിക്കുന്ന ഹൃദയം, ആ ഹൃദയമുള്ളവർ ഇതുവരെ ശത്രുക്കളായുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന അവസ്ഥ. അതാണ് ഇവിടുത്തെ ചിത്രം. ഇതാണ് ഇത്. അക്ഷരീകമായിട്ട് എടുക്കുമ്പോൾ അബദ്ധം പറ്റും. അക്ഷരീകമായി ചെന്നായും പുള്ളിപ്പുലിയും സിംഹവും തടിപ്പിച്ച കാളയും എല്ലാം കൂടെ ഒരുമിച്ച്, കുട്ടികൾ പാമ്പിനെ കയ്യിലെടുത്ത് അണിലയുടെ പൊത്തിൽ കളിക്കുന്ന അക്ഷരീകമായിട്ടല്ല. അടുത്ത സാധാരണ വിഷമുള്ള ജീവിതങ്ങളാണ്. ഒരു വാ തുറന്ന വിഷം ചീറ്റുന്ന വ്യക്തികളാണ്. പക്ഷെ അവരിപ്പം ആ സ്വഭാവമൊക്കെ മാറി സമാധാനവും സന്തോഷവും കൃപയോടുകൂടി വാക്കുകൾ മാത്രം പറയും.
ഇത് ക്രിസ്തുവിൽ വന്നതിൻ്റെ, ക്രിസ്തു ജീവിതത്തെ നിയന്ത്രിച്ചതിൻ്റെ ഫലമാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. സുവിശേഷം ഭരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. മശിഹയുടെ ഭരണമാണ്. പണ്ട് വിരോധികളായവർ ഇന്ന് ഒരിത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു. കലങ്ങി പറഞ്ഞ കുടുംബങ്ങളായിരുന്നു ഇന്ന് പാട്ടും പ്രാർത്ഥനയും ദൈവാരാധനയും നിറഞ്ഞ ഹൃദയം. ക്രൂരന്മാരായ ക്രിമിനലുകളായിരുന്നു ഇന്ന് സുവിശേഷ പ്രാസംഗികരായി മാറി. സമൂഹത്തിന് വെറുപ്പുണ്ടാക്കുന്ന ജീവിതങ്ങളായിരുന്നു ഇന്ന് സമൂഹത്തിന് പ്രയോജനമുള്ള ജീവിതങ്ങളായി മാറി. കാരണം അവരെ ഭരിക്കുന്നത് ഈ രാജാവാണ്, ഈ മശിഹയാണ്. ആ വ്യക്തിയുടെ നിയന്ത്രണം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് ചെന്നായും ഏത് പുള്ളിപ്പിടിയും തൻ്റെ സ്വഭാവമൊക്കെ കളയും. അതിന് പുറത്ത് തുണിയിട്ട് മൂടുകയല്ല, അത് പൂർണ്ണമായിട്ടില്ലാതെ ഒരു ക്രിസ്തുവിലായ വൻ പുതിയ സൃഷ്ടിയാണ്. ദൈവത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊരു പ്രവചനത്തിൽ ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. ഒരു പുതിയ ഭരണാധികാരിയുടെ ആഗമനം, ആ മശിഹായുടെ ആഗമനം. തുടരാം അടുത്ത പാഠത്തിൽ 10 മുതൽ 16 വാക്യങ്ങളിൽ ആ ശേഷിപ്പും ഭരണാധികാരിയും എന്ന വിഷയത്തിൽ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ദ റൂളർ ആൻഡ് ദ റെമനന്റ്. ദൈവങ്ങളുടെ സഹായം.